റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ വസിയ്യത്ത് എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആനിലും തിരുഹദീസിലും ഒട്ടേറെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. വസിയ്യത്ത് എന്നതുകൊണ്ട് ആ പദത്തിന് കൽപ്പന, ഉപദേശം എന്നൊക്കെയാണ് അർത്ഥം. സാധാരണഗതിയിൽ സാങ്കേതികമായി മരണത്തിന് മുമ്പ് അനന്തരാവകാശികൾ അല്ലാത്തവർക്ക് സ്വത്തുകൾ ആരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനാണ് സാധാരണഗതിയിൽ വസിയ്യത്ത് എന്ന് പ്രയോഗിക്കുന്നത്. എന്നാൽ മതപരമായ കൽപ്പനകളും ഉപദേശങ്ങളും അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളോട്, അതേപോലെ തന്നെ പ്രവാചകന്മാർ അനുയായികളോട്, സത്യവിശ്വാസികളായ ആളുകൾ മക്കളോടും മറ്റുള്ളവരോടും ഒക്കെയുള്ള ഒട്ടേറെ വസിയ്യത്തുകൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വ ഇയ്യാക്കും അനിത്തഖുല്ലാഹ്. കഴിഞ്ഞുപോയ വേദക്കാരായ, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അതേപോലെ തന്നെ ആ വേദഗ്രന്ഥം നൽകിയ ആളുകൾക്ക് പുറമെ വ ഇയ്യാക്കും, അങ്ങേക്കും അനിത്തഖുല്ലാ, നാം വസിയ്യത്ത് നൽകിയിട്ടുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് സ്വർഗമാർഗത്തിൽ നീങ്ങുകയും നരകരക്ഷയുടെ മാർഗം സ്വീകരിക്കുകയും ചെയ്യണം എന്ന തഖ്വയെക്കുറിച്ച് മുൻ കഴിഞ്ഞുപോയ വേദക്കാരായ ആളുകൾക്കും അങ്ങേക്കും നാം വസിയ്യത്ത് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിലെ 131-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നു. യഅ്ഖൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമായ സന്ദർഭങ്ങളിൽ തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് കലിമത്തു തൗഹീദിൽ ഒരു അബദ്ധവും വരാതിരിക്കാൻ എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ച ചോദ്യം അതൊരു വസിയ്യത്താണ്. അഥവാ ഏറ്റവും പെട്ടെന്ന് തെറ്റിപ്പോകാവുന്ന വിഷയമാണ് വിശ്വാസ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരു അബദ്ധം പറ്റിയാൽ ഇബ്ലീസ് നമ്മുടെ കാര്യത്തിൽ സന്തുഷ്ടനാകും. കാരണം അതിൽ അബദ്ധം പറ്റിയാൽ പിന്നീട് അമലുകളൊന്നും സ്വീകരിക്കുകയില്ല. അപ്പോൾ അത്തരം വസിയ്യത്തുകളും വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും നമുക്ക് കാണാം. നമ്മുടെ മാതാപിതാക്കൾ, ഉമ്മയോ ഉപ്പയോ നമ്മോടൊരു വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുക. ആ വസിയ്യത്ത് നിറവേറ്റാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ടാവും. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞ കാര്യമാണ്, എൻ്റെ ഉമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് എന്ന നിലയ്ക്ക് എത്ര പണം ചെലവഴിച്ചും എന്ത് ത്യാഗം സഹിച്ചും ആ വസിയ്യത്തുകൾ അത് ഹലാലാണെങ്കിൽ അത് പുലർത്താൻ, അത് നിറവേറ്റാൻ നമ്മൾ കഠിന പ്രയത്നം നടത്തും. എന്നാൽ ആ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടുന്ന മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ, ആ വസിയ്യത്തുകൾ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആ വസിയ്യത്തുകൾ നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. മാതാവ് പറഞ്ഞൊരു വസിയ്യത്ത് പുലർത്തുന്നതിനേക്കാൾ, പിതാവ് പറഞ്ഞൊരു വസിയ്യത്ത് പുലർത്താൻ ശ്രമിക്കുന്നതിനേക്കാളും. കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല തന്നെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും നാം അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൃഷ്ടികളിൽ നാം സ്നേഹിക്കേണ്ടത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം ഇന്ന് ജുമഅക്ക് വരാൻ കാരണം ഹബീബാണ്. നമ്മൾ ദീനിയായി സ്വർഗമാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള കാരണം റസൂലുള്ളയാണ്. നരകരക്ഷയുടെ മാർഗം നാം സ്വീകരിക്കാൻ കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉമ്മയെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നമുക്ക് സ്വർഗമാർഗം കാണിച്ചു തരാൻ തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ വസിയ്യത്തുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടാകും. ഒട്ടേറെ വസിയ്യത്തുകളിൽ മരണത്തിൻ്റെ, അവിടുത്തെ വഫാത്തിൻ്റെ അടുത്ത ദിനങ്ങളിലുള്ള ചില വസിയ്യത്തുകൾ, അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ 5 ദിവസം മുമ്പ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, അൻ അബീ സഈദിൽ ഖുദരി അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയ.
നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഇഹലോക വിഭവങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതിനെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ വെറും 5 ദിവസങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അള്ളാഹു ഇഹലോക വിഭവങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി നൽകുന്നതാണ്. മാ സഹറത്തു ദുനിയാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വഹാബികൾ പേടിച്ചു പോകുമല്ലോ അത് പറയുമ്പോൾ. റസൂലെ, എന്താണ് അള്ളാഹുവിൻ ഇഹലോക വിഭവങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു ബറകാത്തുൽ അർള്. സഹീഹ് മുസ്ലിമിലെ 1052 ഹദീസിൽ നമുക്കിത് കാണാം. ഭൂമിയിലെ അനുഗ്രഹങ്ങളാണ്. അപ്പം ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മളൊക്കെ ജനിച്ചു വലുതായി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു കാറിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത, ഒരു ബൈക്ക് സ്വന്തമായി ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ആളുകൾക്ക് ഇപ്പോൾ വാഹനമാകുന്ന അനുഗ്രഹമുണ്ട്. വളരെ പ്രയാസപ്പെട്ട് ചോർന്നൊലിച്ച വീടുകളിൽ വരെ ഒരുപക്ഷെ പ്രായമുള്ളവർ, ഇന്ന് ഖുത്ബക്ക് പങ്കെടുത്തവരിൽ കാലങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നമ്മൾ താമസിച്ചതങ്ങ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീടുകളുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ നോക്കിയാൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ദുന്യവിയായ അനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു എന്ന്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നത് പോലെ ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, പക്ഷേ അവർ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു, അതിനെ തിരഞ്ഞെടുക്കുന്നു. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, ആഖിറത്താകട്ടെ അതാണ് ഖൈറും ബാക്കിയാകുന്നതും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദുന്യവിയായ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നത് തെറ്റല്ല. പക്ഷെ അത് ഉണ്ടാകുമ്പോൾ നന്ദി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയാണ് വേണ്ടത്. കൂടുതൽ കൂടുതൽ ശുക്റുകൾ, കൂടുതൽ ഹംദുകൾ, അള്ളാഹുവോട് കൂടുതലുള്ള ഇസ്തിഗ്ഫാറുകൾ, ഇബാദത്തിലുള്ള വർധനവ്, ആ ഇബാദത്തിൽ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളുടെ വർധനവ്, രാത്രി നമസ്കാരം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ഇങ്ങനെ കൂടുതൽ അനുഗ്രഹങ്ങൾ. സാമ്പത്തികമാകുമ്പോൾ സാമ്പത്തിക രംഗത്ത് സ്വന്തം കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കൽ, അയൽവാസികൾക്ക് വേണ്ടി ചെലവഴിക്കൽ, ഏതാണോ സമൂഹത്തിൽ ആവശ്യക്കാർ അവർക്ക് കൊടുക്കൽ, സക്കാത്തിലൊരു ഉപേക്ഷയും വരുത്താതെ അത് മുന്നോട്ട് പോകൽ, പലിശയിലേക്ക് നമ്മൾ ഒട്ടും ചേർന്നു പോകാതിരിക്കൽ എന്നിങ്ങനെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ സഹോദരീ സഹോദരന്മാരെ നമ്മൾ പേടിക്കണം. കാരണം നമ്മുടെ വിഷയത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പരലോകത്തിൻ്റെ വിഷയത്തിൽ അവിടുന്ന് ആശങ്കയുണ്ട്, അവിടുത്തേക്ക് ആശങ്കയുണ്ട്. നമുക്ക് ദുനിയാവിലെ അനുഗ്രഹങ്ങൾ കൂടിപ്പോയാൽ നമ്മൾ തെറ്റിപ്പോകുമോ എന്ന് ഭയമുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ഒരു ദിവസം എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ റസൂലുള്ളാഹിയുടെ മുഖത്ത് ഈത്തപ്പന ഓലയുടെ അടയാളങ്ങളുണ്ട്. റസൂലുള്ളാഹിക്ക് ഒരു മെത്ത ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, മെത്ത ഹറാമാണെന്നും റസൂലുള്ള പറഞ്ഞിട്ടില്ല. പക്ഷേ ആളുകൾ ചോദിച്ചപ്പോൾ അതൊക്കെ മതി, എനിക്ക് ഒരു മെത്ത വേണ്ട എന്ന് പറഞ്ഞില്ല, എന്നാൽ അതൊക്കെ മതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടുത്തെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ദുന്യവിയായ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഭയം നമുക്കുണ്ടാകണം. അത് പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച്, ഒരിക്കലും റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തും മറ്റ് അനുഗ്രഹങ്ങളും അവൻ്റെ തൃപ്തിയില്ലാത്ത മാർഗങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് സഹോദരീ സഹോദരന്മാരെ നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അവിടുന്ന് നൽകിയ മറ്റൊരു വസിയത്താണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദികളുടെ മേൽ നസാറാക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, എന്താണ് അവർ ചെയ്ത തെറ്റ്? അംബിയാക്കന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി അവർ മാറ്റി. അംബിയാക്കന്മാർക്ക് പ്രാർത്ഥിക്കുന്നതിനെ അല്ല ഈ പറയുന്നത്, അംബിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാക്കി യഹൂദ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും പേരെടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ രണ്ട് സമൂഹം ചെയ്ത തെറ്റ്, അവരിലേക്ക് വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ആരാണ്? ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രവാചകന്മാർ തന്നെയാണ്. ആ പ്രവാചകന്മാരെ ആദരിച്ച് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഇഷ്ടപ്പെടാതെ,
ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കാതെ ഞാനും നിങ്ങളും മുസ്ലിങ്ങളാവുകയില്ല. കാരണം മുർസലീങ്ങളിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. എന്നാൽ ക്രൈസ്തവ സഹോദരങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാക്കി ഉയർത്തി. മൂന്നാണ്, ത്രിയേകത്വമാണെന്ന് പറഞ്ഞ് ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവർ കൊണ്ടുപോയി. അങ്ങനെ അവസാനം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വിഗ്രഹം വരെ അവരുണ്ടാക്കി വെച്ചു. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും കാണാവുന്ന ഉദാഹരണമാണത്. അപ്പോൾ അങ്ങനെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അവർ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവോടുള്ള ദുആയാണ്, പടച്ചവനോടുള്ള പ്രാർത്ഥനയാണ്, പടച്ചവനെ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചത് എങ്ങനെ എനിക്കും നിങ്ങൾക്കും കിട്ടി? അത് പ്രാർത്ഥിക്കുന്നത് അവസാന ദിനങ്ങളിൽ അവിടുന്ന് പനി പിടിച്ചു പ്രയാസപ്പെട്ട് ശബ്ദം കൂടുതലില്ല. അപ്പോൾ സ്വഹാബത്ത് കാതു കൂർപ്പിച്ച് ഇന്നുള്ള അതേ മദീന പള്ളിയിൽ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ മദീന പള്ളിയുടെ മിമ്പറിൻ്റെ അടുത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ കാതു കൂർപ്പിച്ചവർ കേട്ടു. അങ്ങനെ നമുക്ക് കിട്ടി. റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ. സഹോദരന്മാരെ, സഹോദരിമാരെ, എങ്ങനെയാണ് ഈ ഖബർ വിഗ്രഹമാവുക? ഖബർ വിഗ്രഹമാകുമോ? ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു വിഗ്രഹത്തിന് രൂപം ഉണ്ടാക്കാൻ കഴിയില്ല. എന്താണ് അവിടെ ഉദ്ദേശ്യം? വിഗ്രഹത്തിൻ്റെ അടുത്ത് നടക്കുന്നതൊക്കെ ഖബറിൻ്റെ അടുത്ത് നടന്നാൽ തത്വത്തിൽ അത് വിഗ്രഹമായി മാറി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പൊളിച്ചിട്ട് ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരും എന്നല്ല അതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, പടച്ചോനെ വേദക്കാരായ ആളുകളിലേക്ക് വന്ന പ്രവാചകന്മാരെ അവർ ആരാധ്യരാക്കി. അവർ ആ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനവർ ചെയ്തതെന്താ? ഖബറങ്ങ് കെട്ടിപ്പൊക്കി അതൊരു പ്രാർത്ഥനാ കേന്ദ്രമാക്കി മാറ്റി. പടച്ചോനെ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എൻ്റെ ഖബറിനെ മാറ്റരുതേ എന്ന് തെക്കീ ബസാറിൻ്റെ തൊട്ടടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ തെക്കീ ബസാറിൽ പുറത്ത് നമുക്ക് കാണാം, വളരെ കൃത്യമായി നിലവിളക്ക് വെച്ച് വൈകുന്നേരം തിരികൾ കത്തിച്ചുകൊണ്ട് പർദ്ദയിട്ട സ്ത്രീകൾ വരെ വന്നുകൊണ്ട് അവിടെ നടത്തുന്നത് എന്താ? ആ കെട്ടിപ്പൊന്തിച്ച ഖബറിൻ്റെ അടുത്ത് നടക്കുന്നത്, വിഗ്രഹത്തിൻ്റെ അടുത്ത് നടക്കുന്നത് എന്തോ അത് തന്നെ നടക്കുന്നു. അപ്പോൾ ഖബർ സിയാറത്തില്ലേ? ഉണ്ട്. ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിൻ്റെ അടുത്ത് നമ്മൾ പോകണം. ഒന്ന്, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. രണ്ട്, നമുക്ക് പരലോകത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ ഖബറിൻ്റെ അടുത്ത് പോകാൻ പഠിപ്പിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ സമയത്ത് വരെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഖബർ സിയാറത്ത് ഇല്ലെന്നാണോ ഈ പറയുന്നത്? അല്ല, ഖബർ സിയാറത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഖബറിൻ്റെ അടുത്ത് പോകണമെന്നാണ് പറയുന്നത്. അത് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകുവാനുമാണ്. എന്നാൽ റസൂലുള്ള ലഅനത്ത് പറഞ്ഞൊരു ഖബർ സിയാറത്തുണ്ട്. അത് ഖബറുകൾ കെട്ടിപ്പൊന്തിച്ച് റബ്ബിനോട് പറയേണ്ട കാര്യം, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് കൈകൾ ഉയർത്തി റബ്ബിനോട് പറയേണ്ട കാര്യം ഖബറിൽ മരിച്ചു കിടക്കുന്നവരോട് പറയാൻ പോകുന്ന ആ പോക്കുണ്ടല്ലോ, അത് വിഗ്രഹാരാധനയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ, ഖബറുകൾ കെട്ടിപ്പൊക്കി ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കുന്നതിനെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിരോധിച്ചു. അത് നമുക്ക് പാടില്ലാത്തതാണ്. കാരണം ഒരു കാര്യം ഇബാദത്തായി മാറുന്നത് അതിൽ ദുആ ഉണ്ടാകുമ്പോഴാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ കഴിവുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. കാര്യകാരണം, നമുക്കിപ്പോൾ ഒരു സംഗതി കിട്ടണമെങ്കിൽ ഇതൊരു കാര്യം വേണം, കാരണം വേണം. ഒരാൾക്ക് കുഞ്ഞുണ്ടാകണമെങ്കിൽ അയാൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടണം, അതതിനുള്ള കാര്യകാരണമാണ്. എന്നാൽ കാര്യകാരണമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അവിടെ വിവാഹമില്ല. കുൻ ഫയകൂൻ, നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പം അതുണ്ട്. ഇപ്പം ഇവിടെ മഴ ഉണ്ടോ? ഇപ്പം പുറത്ത് മഴ ഇല്ല. എന്നാൽ റബ്ബ് വിചാരിച്ച ഇപ്പം മഴ ഉണ്ടാകും. ഇങ്ങനെ ഒരു കാര്യവും കാരണവുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ആർക്കേ കഴിയൂ? ലോക സൃഷ്ടാവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അഭൗതികമായ
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം. മലക്കുകൾ അവക്ക് റബ്ബ് നിശ്ചയിച്ച പ്രകൃതിയുണ്ട്. റബ്ബ് നിശ്ചയിച്ച ആ വ്യവസ്ഥയനുസരിച്ച് മാത്രമേ മലക്കുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് മലക്കുകളുടെ പ്രവർത്തനം അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. ജിന്നുകളുടെ പ്രവർത്തനം അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരായ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും അഭൗതികമായ കഴിവുകളില്ല. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേയുള്ളൂ. അതുകൊണ്ട് ദുആ വരുന്ന ഒരു കാര്യവും റബ്ബല്ലാത്ത ആരിലേക്ക് തിരിച്ചാലും അത് ശിർക്കായി മാറും. മുഹയ്യിദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ, ശിർക്കാണ്. ജിന്നെ കാക്കണേ, ശിർക്കാണ്. മലക്കെ കാക്കണേ, ശിർക്കാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും ആരാധിക്കുന്നു കരുതുക, അവരോട് അവരുടെ മുമ്പിൽ വെച്ചൊരിക്കും ഒരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാലും ശിർക്കാണ്. അവർ ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വെച്ച് വഫാത്താകുന്ന സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ഭയപ്പെട്ട വിഷയമെന്താ സഹോദരങ്ങളെ? അതുകൊണ്ട് ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗൾഫിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായപ്പോൾ ഏതെങ്കിലും കബറിൻ്റെ അടുത്ത് പോയി ആ കബറാളിയോട് പറഞ്ഞെങ്കിൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിനെതിരാണത്. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യം റബ്ബിനോടാണ്. നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് ആരാണ് അതിനെ സൃഷ്ടിച്ചത്? ആ ഫ്ലൈറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാ? താഴെയുള്ള കടലിനെയും മുകളിലുള്ള ആകാശത്തെയും സൃഷ്ടിച്ചതാരാ? നമ്മൾ എവിടെയാണോ പോയി ഇറങ്ങുന്നത് ആ ഭൂമിയെ സൃഷ്ടിച്ചതാരാ? ആ പ്രദേശത്തെ സൃഷ്ടിച്ചതാ അള്ളാഹുവാണ്. അതുകൊണ്ട് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. നമ്മളൊരു സ്ഥലത്ത് പുതിയൊരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അള്ളാഹുവോട് കാവൽ തേടുന്നു എന്ന് പറയണം. അപ്പോൾ പടച്ചോൻ്റെ കാവൽ കിട്ടും. അതല്ലാതെ ജാറത്ത് പോയിട്ട് ജാറത്തിൽ മരിച്ചു കിടക്കുന്ന ആളോട് ഞാനിങ്ങനെ ഹജ്ജിന് പോവാണ്, ഗൾഫിൽ പോവാണ്, നിങ്ങൾ നോക്കണം, നോക്കാൻ കഴിയില്ല. നീ നൽകിയതിനെ തടയാനോ നീ തടഞ്ഞതിനെ നൽകാനോ ആർക്കും സാധ്യമല്ല. നമസ്കാരത്തിന് ശേഷം ദിക്ർ അങ്ങനെ പറഞ്ഞാൽ പോരാ, ആ പറയുന്ന കാര്യം അറിയണം. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് നമുക്ക് ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ, ഹജ്ജിന് മുമ്പോ ശേഷമോ മദീനയിലെത്തി, ഉംറക്ക് പോകുമ്പോൾ മദീനയിലെത്തി എന്ന് കരുതുക. ആ മദീനയിലെത്തുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല. കാരണം റസൂലുള്ള വഫാത്താകും മുമ്പ് ജനങ്ങൾ മദീനയിൽ പോയിട്ടുണ്ട്. റസൂലുള്ള മക്കയിൽ ഉള്ളപ്പോഴും സഹാബത്ത് മദീനയിൽ പോയിട്ടുണ്ട്. എന്നാൽ റസൂലുള്ള വഫാത്തായപ്പോൾ മദീന പള്ളി എന്ന ആ മഹത്വമേറിയ പള്ളിയിൽ പോകുന്നതോടൊപ്പം നാമാക്കിയ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് പോയി അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് ദുആ ചെയ്യാനുള്ള അവസരവും നമുക്കുണ്ട്. എന്നാൽ ആ റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി നബിയേ എന്നെ രക്ഷിക്കണേ, ഹജ്ജ് ബാത്തിൽ, ഉംറ ബാത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിൽ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവിടെയും പറയേണ്ടത് റസൂലുള്ളാഹിക്ക് സലാമാണ്. സലാത്തോ അല്ലാഹുമ്മ വിളി അങ്ങോട്ട് സല്ലി അലാ മുഹമ്മദിൻ, പടച്ചോനെ റസൂലുള്ളാഹിക്ക് ഗുണം നൽകണമേ. അല്ലാഹുമ്മ വിളി അങ്ങോട്ട് ബാരിക് അലാ മുഹമ്മദിൻ, റസൂലുള്ളാഹിക്ക് ബർക്കത്ത് കൊടുക്കണേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഈ വെള്ളിയാഴ്ച, ഇന്നത്തെ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചത്തെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട അമലുകളിൽപ്പെട്ടതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വലാത്ത് ചെല്ലുക എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ ഈ വസിയത്ത് നമ്മൾ പ്രത്യേകം ജീവിതത്തിലൊരിക്കലും റബ്ബല്ലാത്ത ഒരാളോടും നമ്മൾ പ്രാർത്ഥിച്ചു പോകരുത്. നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഗദ്യങ്ങളും പദ്യങ്ങളും നമ്മൾ പരിശോധിക്കണം. അത് അറബിയാണെന്ന് കരുതി നമുക്ക് ചൊല്ലിക്കൂടാ. കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ തകരാറ് പറ്റിയാൽ ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക്, സൂറത്തു സുമറിൽ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, മുഹമ്മദ് നബിയെ നീ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്താലും ലയഹബതന്ന അമലുക്,
നിന്റെ അമലുകൾ ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക, ഈ ഒരു ജീവിതത്തിൽ ഒരിക്കലും റബ്ബിൽ പങ്കു ചേർക്കുന്ന ഒരു പ്രവർത്തനവും സഹോദരീ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലില്ല. എന്ന് നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലും നാം ഉറപ്പുവരുത്തണം. റസൂലുള്ള പഠിപ്പിച്ച വസിയ്യത്തുകളെ നെഞ്ചിലേറ്റുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഖാലത്ത് കാന മിൻ ആഖിരി വസിയ്യത്തിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ അവസാനത്തെ വസിയ്യത്തുകൾ. ആ വസിയ്യത്തുകൾ നമുക്ക് കാണാം. അസ്വലാ, സമൂഹത്തോട് നമ്മോട് പറയുകയാണ്, നമസ്കാരം നമസ്കാരം. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുടെ കാര്യത്തിലും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന മണിക്കൂറുകളിൽ, അവസാന ദിവസങ്ങളിൽ, കുറച്ച് പേര് താഴോട്ട് പോകാം, അവിടെ കുറച്ച് പേര് പുറത്തിരിക്കേണ്ട കാര്യമല്ല, താഴെ സൗകര്യമുണ്ട്. അപ്പോൾ അവസാന മണിക്കൂറുകളിൽ, അവസാന ദിവസങ്ങളിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമസ്കാരത്തെക്കുറിച്ചാണ്. രോഗം മൂർച്ഛിച്ചിട്ട് പോലും, അതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, രോഗം മൂർച്ഛിച്ചിട്ട് പോലും ആ രോഗം അധികമായി അത് അബോധാവസ്ഥയിൽ റസൂലുള്ള എത്തുന്ന അവസ്ഥയിലെത്തിയിട്ട് പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ച് പരസഹായത്തോടുകൂടി പള്ളിയിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അവസാനം ജനങ്ങൾ കാത്തിരുന്നു. റസൂലുള്ള തന്നെ ഇമാമ് നിൽക്കണം, അവർക്കതാണ് ആഗ്രഹം. റസൂലുള്ള ശ്രമിച്ചു, റസൂലുള്ളാഹിക്ക് വുദൂ ചെയ്തു കൊടുത്തു, പക്ഷേ ബോധം നശിച്ചു പോകുന്നു. വീണ്ടും വുദൂ ചെയ്യുന്നു, നമ്മുടെ ഹബീബിൻ്റെ ബോധം നശിച്ചു പോകുന്നു. അവസാനം അവിടുന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമെന്ന് നമസ്കരിക്കാൻ പറഞ്ഞു. ഇതാണ് റസൂലുള്ളാഹിയുടെ അവസ്ഥയെങ്കിൽ ഇന്ന് അസർ ജമാഅത്തിന് പള്ളിയിൽ പോകാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കുമുള്ള ന്യായം എന്താ? ഇന്ന് അസർ ജമാഅത്തിന്, ഇന്ന് മഗ്രിബ് ജമാഅത്തിന്, നാളെ സുബഹിക്ക് നമ്മൾ പള്ളിയിൽ പോകാതിരിക്കാനുള്ള ന്യായം എന്താ? ആ ന്യായം നമ്മളോട് ചോദിച്ചിട്ട് തൃപ്തികരമാണോ? നമ്മൾ ട്രെയിനിലാണെങ്കിൽ ഒരു രക്ഷയില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, നമുക്ക് ഇളവുണ്ട്, നമ്മൾ രോഗിയായി കിടക്കാൻ വിളവുണ്ട്. അല്ലെങ്കിൽ ജമാഅത്തായിട്ടാണ് സഹോദരീ സഹോദരന്മാരെ നിസ്കരിക്കേണ്ടത്. സ്ത്രീകൾക്കത് നിർബന്ധമല്ല. സ്ത്രീകൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അവർ പോകണം, ധാരാളം ഇരട്ടി കൂലി കിട്ടും. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നമ്മുടെ നമസ്കാരം. വിശിഷ്യ പുരുഷന്മാരുടെ നമസ്കാരം പള്ളിയിലായിരിക്കണം, ജമാഅത്തായിട്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക, എനിക്ക് പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ ചിലരെങ്കിലും നമസ്കാരം ഉപേക്ഷിക്കുന്നു. അസർ ഇല്ല എന്നത് അവനൊരു വിഷമവുമില്ല എങ്കിൽ നമ്മുടെ കാര്യം മഹാ അപകടമാണ്. പടച്ചോനുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. പടച്ചോൻ്റെ വായു ഇങ്ങനെ ശ്വസിക്കും, അവൻ സൃഷ്ടിച്ച വെള്ളം ഇങ്ങനെ കുടിക്കും, എന്നിട്ടോ ആ വൈകുന്നേരം ചെയ്യേണ്ടുന്ന സുജൂദും റുകൂഉം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ധിക്കാരികളാണ്. അതുകൊണ്ട് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച, നമ്മോട് വസിയത്ത് ചെയ്ത കാര്യമാണ് നമസ്കാരം. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചിലരെങ്കിലും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരുണ്ടെങ്കിൽ അതിലൊരു മാറ്റം നമ്മൾ വരുത്തണം. എനിക്ക് അസർ നമസ്കരിക്കണമല്ലോ, എൻ്റെ ളുഹർ എവിടെ വെച്ചാണ്, എൻ്റെ സുബഹി നേരം വൈകിക്കൂടല്ലോ എന്ന വിഷമം നമുക്ക്, മറ്റാർക്കുമല്ല. നമ്മുടെ വിഷയത്തിൽ നമുക്കാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ഖബറിലേക്ക് വെച്ച് മറ്റുള്ളവർ തിരിച്ചു പോരുമ്പോൾ ഒരാളും അവിടെ നിൽക്കില്ല, നമ്മൾ ഒറ്റക്കായിരിക്കും ഖബറിൽ. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വം സഹോദരീ സഹോദരന്മാരെ നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വസിയത്ത് നൽകി. ലാ യമൂതന്ന അഹദുക്കും
ഇല്ലാ വഹുവ യുഹ്സിനുൻ ലന്ന ബില്ലാഹി അസ്സ വജൽ. മുസ്ലിമിലെ 2877 ഹദീസിൽ നമുക്കിത് കാണാം. ജാബിറുല്ലാഹ് റിപ്പോർട്ട് ചെയ്യാണ്, മരണത്തിൻ്റെ 3 ദിവസം അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നല്ല വിചാരം വെച്ചുകൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരണപ്പെട്ടു പോകരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനും നിങ്ങളും മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ, അള്ളാഹു നമുക്കെല്ലാം നല്ല മരണം നൽകുമാറാകട്ടെ. ആ മരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനോഗതി എങ്ങനെയായിരിക്കണം? പടച്ചോനെ പറ്റി നല്ല വിചാരം മാത്രം. ഒരുപക്ഷെ രോഗം കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം, ആ പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ അവയവങ്ങൾ തന്നെ പോയിട്ടുണ്ടാകാം. നമ്മൾ പലതരത്തിലുള്ള ദുരിതങ്ങൾ കൊണ്ട് നേരിടുന്നവരാകാം. പക്ഷേ അത്തരം സന്ദർഭത്തിൽ ഒരിക്കലും പടച്ചവനെപ്പറ്റി മോശം വിചാരമുണ്ടാകരുത്. ഉണ്ടാകാമായിരുന്നു പരലോകമില്ലെങ്കിൽ പടച്ചവനെ നമുക്ക് പ്രതിഷേധിക്കാം. പക്ഷേ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥനാണവൻ. ഇത് അന്ത്യമല്ല, ഇത് ഫൈനൽ റിസൾട്ട് അല്ല. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് പ്രവാചകന്മാരാണ്. പോരെ, ഏറ്റവും റസൂലുള്ള കിടന്നത്ര പട്ടിണി ഇന്ന് ജുമയ്ക്ക് പങ്കെടുത്ത ഒരാളും കിടന്നിട്ടില്ല. അപ്പോൾ ആ റസൂലുള്ളാഹിനോട് പഠിച്ചോണ്ട് ദേഷ്യം ഉണ്ടായിട്ടാ? അല്ലല്ലോ. അപ്പോൾ എത്രയെത്ര പ്രവാചകന്മാർ വലിയ വലിയ പ്രയാസങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയല്ലേ പോയിട്ടുള്ളത്. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നിസ്കരിച്ചൊക്കെ മതി. കുറേ കാലമായി നിസ്കരിക്കുന്നു, എന്നിട്ട് പടച്ചോൻ എന്നോട് ഇങ്ങനല്ലേ കാട്ടുന്നത്. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ ജീവിതം മരണത്തോടി കഴിയുന്ന? ഇല്ല, എൻ്റെ ജീവിതം മരണാനന്തരം തുടരും. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിഥിയെപ്പോലെ സ്വീകരിക്കൂ. പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഷറുണ്ട്, ഷുഗറുണ്ട്. ഒരിക്കലും നിങ്ങൾ നിരാശരാകണ്ട. അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലേക്ക് വരൂ. പടച്ചോനോട് പ്രാർത്ഥിക്കൂ. നമ്മുടെ ധാരാളം പാപങ്ങൾ പൊറുക്കപ്പെടാൻ റബ്ബ് നിശ്ചയിച്ചൊരു കാരണമായി അതിനെടുക്കൂ. ഒരു കുട്ടിക്ക് സുഖമല്ല, പിന്നെ അടുത്ത കുട്ടിക്ക് എടുത്തു പോകൂ ഡോക്ടറെ അടുത്ത്. എല്ലാം പ്രതിഫലമാക്കി മാറ്റൂ. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താ പറയുന്നത്, വലനബുലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ആൾ നഷ്ടം കൊണ്ട്, സമ്പത്ത് നഷ്ടം കൊണ്ട് എല്ലാം പരീക്ഷിക്കും. വബശ്ശിരിൽ മുഅ്മിനീൻ, സുവിശേഷം അറിയിക്കണം, സന്തോഷ വാർത്ത അറിയിക്കണം. ആർക്ക്? മുഅ്മിനീങ്ങളായ ആളുകൾക്ക്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, റബ്ബിനെ കുറിച്ച് നല്ല വിചാരമായിരിക്കണം മരണം വരെയും നമുക്കുണ്ടാകേണ്ടത്. സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഒന്നാമത്തെ ഖുത്ബയിൽ എന്താ പറഞ്ഞത്? ഒരു പക്ഷേ വൈകി വന്നവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ടൗണിലാണ്, പല സാഹചര്യത്തിലുള്ളവരാണ്. അതുകൊണ്ട് പരമാവധി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. ഒരു 10-25 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ മണിക്കൂറുകളോളം ഞാൻ ഇത് റെഫർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഖുതുബ പൂർണ്ണമായും കിട്ടാൻ, വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് എന്ന് പറയാനല്ല നമ്മൾ വരുന്നത്. ഇത് നമുക്ക് കിട്ടിയ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷമാണ്. യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് പരമാവധി ജുമയ്ക്ക് ഖത്തീബ് സലാം പറയുമ്പോൾ വ അലൈക്കും സലാം എന്ന് പറയാൻ പള്ളിയിൽ ഉണ്ടാവുന്നവർക്കാണ് ജുമയുടെ പൂർണ്ണ പ്രതിഫലം കിട്ടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സഹോദരി സഹോദരന്മാർ, ഇരിട്ടിയിലെ നമ്മുടെ ഒരു സഹോദരി മരണപ്പെട്ടു. തൊട്ട് മുമ്പ് ഇല്ലിപ്പുറത്തുള്ള നമ്മുടെ സഹോദരൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഒട്ടേറെ മരണങ്ങൾ. അള്ളാഹുവേ, ആ മരണപ്പെട്ടു പോയ സഹോദരി